ചാവ് എല്ലാ കൂട്ടുകാർക്കും ഇറ്റാലിയൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് നാട്ടിൽ നിന്നൊക്കെ വന്ന് ക്ഷീണമായിരുന്നു. പിന്നെ വൈഫ് കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ തിരിച്ച് നാട്ടിൽ പോയി. അപ്പം കുറച്ച് ടൈമൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് റൂമിലെത്തിയിരുന്നു. ബുധനാഴ്ചയാണ്. അപ്പോൾ ബുധനാഴ്ച പുതിയ മാർക്കൊക്കെ വന്നിട്ട് ജനറൽ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് വന്നിരുന്നു. നമ്മൾ ഫ്രണ്ട്സ് 1-2 പേരുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ നമ്മൾ അവരായിട്ട് റൂമിൽ വന്നേക്കുന്നു. ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ കാണാൻ പോകുന്നുണ്ട്. റോമിൽ വത്തിക്കാൻ കാണാൻ പോകുന്നുണ്ട്. അവരുടെ പേപ്പർ ഓഡിയൻസ് കാണാൻ പോകുന്നുണ്ട്. പേപ്പറുടെ ജനറൽ ഓഡിയൻസ് അത് കാണാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് പിന്നെ കൊളോസിയം കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണെന്ന്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ നേരെ രാവിലെ ഇവിടുന്ന് പോകുന്നതാണ്. നാപ്പോളിയിൽ നിന്ന് 4:30 ട്രെയിന് പോകുന്നു. അപ്പോൾ ഇവിടെ 6:30 ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് നമ്മൾ 64 ബസ്സിന് നമ്മൾ നേരെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിന് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അവിടെ നല്ല വിശേഷം കാണിച്ചു തരാം. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇരിക്കണം. ഇതിനാണ് ബസ് 64 അല്ലെങ്കിൽ 40 ബസ്സിനാണ് നമ്മൾ പോകേണ്ടത്. ടിക്കറ്റ് എടുക്കണം. അവിടെ മെഷീനുണ്ട്. അവിടെ പോയി നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യണം. നാപ്പോളിയില്ലാത്തുള്ളത് പോലെ ഇവിടെ കളികളൊന്നും നടക്കത്തില്ല. ഇവിടെ ടിക്കറ്റിലാണ്ട് പോയി നല്ല പണി കിട്ടും. അവിടുന്ന് ഇപ്പോൾ ബാഗിന് മെഷീനിൽ പോയി ടിക്കറ്റ് എടുക്കാം. അയ്യോ, ഓട്ടോ സർവീസ് അടിപൊളി. അതല്ലെങ്കിൽ അങ്ങനെ വരുള്ളൂ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എവിടെ പോകും? ഇത് വർക്ക് ചെയ്യില്ല. വേറെ സ്ഥലത്ത് നോക്കാം. എവിടെയെങ്കിലും ടിക്കറ്റ് എടുക്കണം. പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ബസ് എടുത്തു. 64 ബസ്സാണ് എടുത്തത്. ഇവിടുന്ന് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ അങ്ങോട്ട് ബസ്സുണ്ട്. ടെർമിനലിൽ വന്ന് ബസ് എടുക്കും. ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് ഓൾറെഡി നേരത്തെ എന്തായാലും ഇട്ടുണ്ടായിരുന്നു. അതൊന്ന് റീചാർജ് ചെയ്ത് നേരെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് പോകും. പക്ഷെ നല്ല തിരക്കാണ്. എല്ലാം ഫുൾ സീറ്റ്. നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ നേരെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ട്രെയിൻ ബസ് എടുത്തു. ട്രെയിന് മണി ഇപ്പോൾ നമുക്ക് 10 പേരേക്ക് പോകും. പക്ഷേ ഇച്ചിരി നല്ലത് ബസ്സാണ്. ബസ് ഇച്ചിരി നല്ലതാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട്. കാഴ്ചകൾ കണ്ടുപോകാം. ട്രെയിനാകുമ്പോൾ 12 പോകുന്നത്. അപ്പോൾ അതിൽ നല്ലത് എനിക്ക് തോന്നുന്നു ബസ്സാന്ന് തോന്നി. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. നേരെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ എന്താ പറയുക ബസ് സ്റ്റാൻഡിനുള്ളത്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒന്ന് നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പിന്നെ മരിയ മജ്ജോറയിലേക്ക് പോകും. അവിടെയാണ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ നടക്കുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ തിരിച്ച് സ്കാലപ്പള്ളി വരും. സ്കാല കയറിയ ശേഷം നമ്മുടെ സാന്താക്രോസ് പള്ളി, പിന്നെ കൊളോസിയം കഴിഞ്ഞിട്ട് പ്യാസ വെനീസ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. ഏകദേശം 8:30 ട്രെയിനാണ് നമ്മൾ തിരിച്ച് നാപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അതുവരെയുള്ള സ്ഥല വിശേഷം കാണിച്ചതാണ്. എല്ലാവരും സ്റ്റേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഏകദേശം പള്ളിയുടെ അടുത്ത് എത്താറായിരുന്നു. സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ അടുത്ത് എത്താറായിരുന്നു. ഇതിവിടെ ഇറങ്ങിയിട്ട് 10 മിനിറ്റ് നടക്കാനുണ്ട്. അവിടെ നടന്ന് നല്ല ക്യൂ ഉണ്ടാവും. ഞങ്ങളൊന്നും പാസ് എടുത്തിട്ടില്ല. പാസ്സിൽ വേറൊരു വഴി കൂടെ കയറാൻ പറ്റും. അപ്പോൾ അതിൽ കൂടെ പോയി ക്യൂക്ക് കയറണം. സാധാരണ വരാൻ നേരത്തെ പാസ് എടുക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ പെട്ടെന്നുള്ള തീരുമാനമായി പറഞ്ഞത്. ഇന്നിപ്പോൾ നാളെ അവധിയാണ്. ഇന്ന് അവധിയാണ്. അപ്പം ഇന്നും അവധി. നാളെ ഉച്ച വരെ എടുത്തില്ല. നാളെ ഈവനിങ് ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ വെറുതെ കൂട്ടുകാരുടെ വെച്ച് പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ പോരുവാണ്. അപ്പോൾ നല്ല തിരക്കാണ്. 28 ഓക്കെ. അപ്പോൾ ഇനിയിപ്പം നേരെ പള്ളിയിലേക്ക് പോവുക. പള്ളിയിൽ കാണുക. അത് കഴിഞ്ഞിട്ട് മറക്കാതെ വന്നതിന് ശേഷം ഇവിടെ അച്ഛനുണ്ട്. അറിയുന്നൊരു അച്ഛൻ്റെ കാണാൻ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഈ പറഞ്ഞ പ്ലാൻ ചെയ്ത പോലെ കൊളോസിയം പോകണം. നമുക്ക് സ്കാല പള്ളി പോകണം. പിന്നെ ജെറുസലേം പള്ളി എന്ന് പറഞ്ഞ പള്ളിയുണ്ട്. അത് കാണണം. കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമ്മളെല്ലാം 1 by 1 ഓരോന്ന് കണ്ടുകൊണ്ട് പോകാം. സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ എത്തി. നമ്മൾ ഹോസ്പിറ്റലിൽ സാൻ സ്പിരിറ്റോ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ്. ഇവിടെയാണ് ബോബി അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞത്. അച്ഛൻ പാതുവയിലൊക്കെ നമ്മുടെ പഴയ വീഡിയോയിൽ ഒരുപാട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു എൻജോയ്മെൻറ്റ് പുള്ളിക്ക് യൂട്യൂബ് ചാനലൊക്കെ കിട്ടാം. ഞാൻ അച്ഛൻ്റെ ചാനൽ ലിങ്ക് കോപ്പി ചെയ്തേക്കാം. അപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ വീഡിയോസൊക്കെ അച്ഛൻ ചെയ്യാറുണ്ട്. ഒരുപാട് ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സാന്ത സ്പിരിറ്റ് ഹോസ്പിറ്റൽ ഇവിടെ ഇതുണ്ട്. ഉണ്ട്. ഇതൊരു വെള്ളം നല്ലൊരു പുഴ റിവറാണ്. കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. കൊടുത്ത് എന്താ പറയുക, നമ്മുടെ കൊത്തുപണികളും ചിത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. പക്ഷേ നല്ല ഹ്യൂ ആട്ടത്. ഇന്നിപ്പം പാപ്പാത്തനെ കാണാൻ വേണ്ടിയുള്ള ആൾക്കാർ പോകുന്ന വഴിയാണ്. നല്ല തിരക്കത്. വണ്ടിയിൽ ഇഷ്ടംപോലെ ഉണ്ട്. അത് നല്ല തിരക്കുണ്ട്. എന്തായാലും നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഫ്രണ്ടിൽ കയറാൻ വേണ്ടിയാണ് നമ്മൾ ഈ വഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വത്തിക്കാനിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും ഇറങ്ങാൻ വേണ്ടി ഇങ്ങോട്ട് ടെർമിനൽ വരാൻ വേണ്ടി നിങ്ങൾ ഒന്നെങ്കിൽ 40 ബസ് എടുക്കുക. ഇപ്പോൾ 40 ബസ് ഉണ്ടോ? 40 ബസ് അല്ലെങ്കിൽ ഇപ്പം നല്ല 64 ബസ്സൊക്കെ എടുത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് നേരെ
നമ്മുടെ സെൻട്രൽ സ്ക്വയറിൻ്റെ ഏകദേശം അടുത്തുള്ള ഷോപ്പിൽ വന്നിറങ്ങിയിട്ട് ഇവിടെ നിന്ന് പിന്നെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർപ്പാപ്പ തൊട്ടടുത്ത് കാണാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഒത്തുവ്യാന പോയിട്ടിറങ്ങി ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് കയറേണ്ടി വരും. ചില സമയങ്ങളിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ സ്റ്റേഷനിൽ ഈ ഇവിടുന്നുള്ള ചെക്കിംഗ് പോയിന്റ് ഇവിടെ അൽമായർ അല്ലെങ്കിൽ എന്താ പറയുക വൈദികർ അവരെ മാത്രമേ കിട്ടുള്ളൂ. എല്ലാവരും ഇവിടെ ഇറങ്ങുവാണ്. ഇവിടെ ഇറങ്ങണോ അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങണമെന്നാണ് സാന്ത സ്ട്രീറ്റ്. അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങാം. അപ്പോൾ അതായിരിക്കും ഇച്ചിരി നല്ലത്. സാന്ത സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്നും പോകാം, അല്ലെങ്കിൽ അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങാം. നമുക്ക് അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങാം, അതായിരിക്കും ഇച്ചിരി നല്ലത്. പിന്നെ ആൾക്കാരെല്ലാം കുറേ പേര് ഇവിടെ ഇറങ്ങി. നമുക്ക് അടുത്ത സ്റ്റോപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാം. ഇവിടെയാണ് ബോബി അച്ഛൻ വർക്ക് ചെയ്യുന്നത്, സാന്ത സ്പിരിറ്റ് ഹോസ്പിറ്റൽ. നമ്മളിവിടെ ഇറങ്ങുന്നില്ല, നമ്മളിനി അടുത്ത സ്റ്റോപ്പിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പോകാം. നമ്മൾ ഒരുപാട് നടക്കാനില്ല. ഇവിടെ നിന്നൊരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് മറന്നുപോയി. ഒരു പ്രാവശ്യം ഇതിലൂടെ പോയിട്ടുണ്ട്. ഈ തവണ ഇപ്പോൾ ഇതിലൂടെയാണ് പോകുന്നത്. ഇവിടെ ആണെങ്കിൽ കുറേ നടക്കാനുണ്ട് കേട്ടോ, ശരിക്കും നടക്കുന്നുണ്ട്. ഇതിനകത്ത് ഇച്ചിരി ബെറ്റർ തൊട്ടപ്പുറം സ്റ്റോപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് വരുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ലൊക്കേഷൻ ഇട്ട് കറക്റ്റായിട്ട് വരാൻ പറ്റും. നമ്മൾ ലൊക്കേഷൻ ഇടുമ്പോൾ കാണിക്കുമ്പോൾ നമ്മൾ ട്രെയിൻ എടുത്ത് കാണിക്കാനാണ്. ബസ് ഞാൻ കണ്ടില്ല. അപ്പം ട്രെയിൻ വരുവാണെങ്കിൽ നമുക്ക് ഒത്തുവേനൊന്ന് ഇറങ്ങിയിട്ട് ഒത്തുവേനൊന്ന് നേരെ ഫ്രണ്ടിൽ കൂടെ കയറാൻ പറ്റും. അത് നല്ല ക്യൂ ആയിരിക്കും. അത് ഏറ്റവും പുറകിലായിരിക്കും നമുക്ക് കയറാൻ പറ്റും. ഇതൊരു വേറൊരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരാൻ ശ്രദ്ധിക്കുക എല്ലാവരും. ചെറിയ നല്ലതായിരിക്കും കേട്ടോ. അത് നമുക്ക് അപ്പം നമ്മൾ വന്നിറങ്ങി. എൻ്റെ ക്യൂ ഉണ്ടോ, നല്ല ക്യൂ എന്ന് വെച്ചാൽ നല്ല ക്യൂ ആണ്. അപ്പം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരെ ആൾക്കാരോട് മിണ്ടാണ്ട് ഏറ്റവും ഫ്രണ്ടിൽ പോയിട്ട് അതിൽ കൂടെ ഒന്ന് കയറാനുള്ള ഒരു ശ്രമം. പറ്റിയില്ലെങ്കിൽ നമ്മൾ നേരെ പുറകിലേക്ക് വരും. അപ്പം നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. എൻ്റെ ക്യൂ ഉണ്ടോ, അച്ചവാരൊക്കെ ഉണ്ടോ, നല്ല ക്യൂ എന്ന് വെച്ചാൽ നല്ല ക്യൂ ആണ്. ഇതൊരു പ്രത്യേക ഏരിയയാണ്. ഇവിടെ വന്നെങ്കിൽ നമുക്ക് ഇച്ചിരി വത്തിക്കാൻ്റെ അടുത്തേക്ക് ഇച്ചിരി കൂടുതൽ അടുത്തേക്ക് എത്താൻ പറ്റും. നമ്മൾ എന്താ പറയുക, മാർപ്പാപ്പയ്ക്കന്മാരും അല്ലെങ്കിൽ മെത്രന്മാരൊക്കെ നിൽക്കണ ആ ഒരു ക്യൂ ആണിത്. പക്ഷെ ഇവിടെ ഇച്ചിരി പാടാണ് ഇവിടെ എത്തിപ്പെടൽ. പക്ഷെ എത്തിപ്പെടുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ വന്ന് കയറാൻ പറ്റും. ഈ പറഞ്ഞാൽ ബസ്സിന് വന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ പള്ളിയുടെ അവിടെ കയറിയാൽ മതി. നല്ലൊരു ഇതാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് നേരെ പോവാം. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ ഒരു എൻട്രൻസ്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ അങ്ങനെ നേരെ കയറി പോകാം. ഇതുവരെ കയറി പോകാൻ ആൾക്കാരൊക്കെ ഉണ്ടോ, നല്ല ക്യൂ നല്ല ക്യൂ ആണ്. ഇതിൽ കൂടെ കുറച്ച് കൊണ്ട് കയറി പോകാം. അപ്പോൾ ആൾക്കാരെല്ലാം ഒച്ചപ്പാട് എടുക്കും. ഇപ്പം നമുക്ക് നോക്കാം. നല്ല തിരക്കെന്ന് വെച്ചാൽ റെഡ് കിട്ടുന്ന ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, അപ്പോൾ നമുക്കിങ്ങനെ സൈഡ് കയറുന്ന പതിയെ വരെ പറ്റിച്ച് വർത്താനം പറഞ്ഞ് ഇവിടെ അങ്ങനെ നിൽക്കാം. മലയാളീസൊക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ. 1-2 പേരൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ പതിയെ നൈസായിട്ട് ഇവരുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ രസമാണ്. എന്ത് ബാൻഡുകളൊക്കെ ബാൻഡ് സെറ്റുകാരൊക്കെ ഉണ്ടല്ലോ, ഇന്ന് അടിപൊളിയാണ് വന്ന്. അത് എന്തൊരു പരിപാടിമാരുടെ ഉള്ളവരെ ബാൻഡ് വളക്കാരൊക്കെ ഒന്നുണ്ടല്ലോ. എന്തായാലും നോക്കാം എന്താ പരിപാടിയിൽ. ബാൻഡ് വളക്കാരും ഇവിടെ കയറ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടെയാണ് എൻട്രൻസ് ഉള്ളത്. കൊള്ളാലോ. ഇത് ഏത് രാജ്യക്കാരത്? ചിലിയല്ല, വേറൊരു രാജ്യക്കാരൻ. എന്തായാലും കൊള്ളാം. നമുക്ക് അതുണ്ടോ ഇവിടെയൊക്കെ ഇത് ക്രോസ് ചെയ്ത് പോകണം. നല്ല തിരക്കാണ്. ഹൈഡ്രജൻ ബില്ല് നോക്കണം. എന്തായാലും കൊള്ളാം. ആൾക്കാർ ഇത് കണ്ടോ. ഇന്നത്തെ പാസ് നമ്മുടെ കയ്യിൽ പാസ്സില്ലാണ്ടോ. ഇതാണ് പാസ് കേട്ടോ. എല്ലാവരുടെയും പാസ് ഉണ്ട്. ഞാനിന്ന് പാസ് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മണ്ടത്തരായിട്ട് കാണിച്ചത്. ഇന്നത്തെ പാസ് ഉണ്ട്, ഒരു കറുത്ത പാസ്സാണ് കണ്ടോ. ഈ പാസ് കൊണ്ടാണ് അകത്ത് കയറുന്നത്. നമ്മളിന്ന് പാസ് എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു മണ്ടത്തിൽ ചെയ്തു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാം. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടത്. ഇവിടെ നിന്നാണ് കയറുന്നത് കേട്ടോ. നമ്മൾ ക്ലോസ് ചെയ്തു. ഇവിടെ പോലീസുകാർ ക്ലോസ് ചെയ്തു. ഇവിടെ നമ്മുടെ ബാഗ് ചെക്കിങ് ഉണ്ടാവും കണ്ടോ. ഇവിടെയാണ് ക്ലോസ് ചെയ്താണ്. ഇവിടെ നിന്ന് നമ്മൾ എൻട്രൻസ് അടിക്കുന്നത്. പോലീസുകാർ നമ്മുടെ ബാഗ് ചെക്ക് ചെയ്യും. ഏകദേശം 8 മണിക്കാണ് ഇവിടെ തുറക്കുള്ളൂ. ഇപ്പോൾ സമയം 7:15 8 മണിയാവാറാൻ തുറക്കുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ആൾക്കാർ കയറണമെന്നുണ്ടോ. ഇനി ഇവിടെ കയറിയിട്ട് നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ കയറാൻ പറ്റും. ഇവിടെയാണ് മാർപ്പാപ്പ വരുന്നത്. നമ്മൾ മറ്റേപാട് വരുവാണെങ്കിൽ ഇത് അവിടെ നിന്നാണ് കയറി വരുന്നത്. ഏകദേശം നമുക്ക് ഇവിടം വരെ കയറാൻ പറ്റില്ല, ഏതെങ്കിലും പകുതി കയറാൻ പറ്റും. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് കയറാറും നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ പോയിട്ട് മാർപ്പാപ്പയുടെ തൊട്ടടുത്ത് തന്നെ, മാർപ്പാപ്പ നിൽക്കാൻ തൊട്ടടുത്ത് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. അപ്പോൾ എന്തായാലും ഏറ്റവും ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകൾ എത്തിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി ചെക്കിങ് കഴിഞ്ഞിട്ടുള്ള വിശേഷം കണ്ടിട്ടും. ചെക്കിങ്ങിനിടയ്ക്ക് ക്യാമറ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചെക്കിങ് കഴിഞ്ഞിട്ട് വേണം കേട്ടോ.